നമ്മൾ നിലമ്പൂരിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. നിലമ്പൂരിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ UDF ക്യാമ്പിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എന്താണ് ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ? UDF ക്യാമ്പിന് അവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിർബൻ നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. ഈ നിലമ്പൂരിൽ വിവാദങ്ങളാണ് UDFനെ മുന്നോട്ട് നയിച്ചിരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ രാഷ്ട്രീയം പറയാൻ UDFന് കഴിയാതെ പോയൊരു സാഹചര്യമുണ്ട്. നിർബൻ, UDF ക്യാമ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ UDFന് കൃത്യമായൊരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെക്കാനോ കൃത്യമായൊരു പൊളിറ്റിക്സ് പറയാനോ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടുണ്ടോ? വിവാദങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലാണ്. പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. വോട്ടെടുപ്പിലേക്ക് പോകാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും UDFനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന കാര്യം നിശ്ചയമാണ്. കാരണം അവർ എടുത്ത നിലപാടുകളൊക്കെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. അതായത് അവർ പൊതുരാഷ്ട്രീയം പറയാതെ, വികസനത്തിൻ്റെ രാഷ്ട്രീയമോ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളോ ഉന്നയിക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ മലപ്പുറം വിരുദ്ധ പരാമർശം എന്ന ധ്രുവീകരണം, പ്രാദേശിക വികാരങ്ങളൊക്കെ വിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് അവർക്ക് ഉറച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. കാരണം അത് UDFനെയും ലീഗിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് മുതലുള്ള ചരിത്രത്തിലേക്ക് CPIയും ഇടതുപക്ഷവും പോയതാണ് അവർക്ക് പ്രതിസന്ധിയിലായത്. അതിനുശേഷമാണ് KC വേണുഗോപാൽ വന്ന് നടത്തിയ പ്രസംഗത്തിലെ വിവാദം അവരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയത്. അത് ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന കൈക്കൂലിയാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ, വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് എന്ന AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നു. അത് സംബന്ധിച്ച് LDF വലിയ തരത്തിൽ രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുക്കുന്നു. തുടർന്ന് പെൻഷൻ വാങ്ങുന്ന 43,000 പേരാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്ന നിയമസഭാ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഏകദേശം 6.25 കോടി രൂപ ഇവിടെ 3,200 രൂപ വച്ച് ഓരോ വീട്ടിലും ഓരോ പെൻഷൻകാരൻ ലഭിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വിവാദം വന്നത്. അപ്പോൾ പെൻഷൻകാരെല്ലാം ഈ സ്വാഭാവികമായി രാഷ്ട്രീയത്തിനതീതമായി KC വേണുഗോപാലിൻ്റെ UDFൻ്റെ നിലപാടിനെതിരെ രംഗത്തെത്തി. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് KC വേണുഗോപാലിനെ പലതരത്തിൽ ന്യായീകരിക്കാനായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവും UDF നേതാക്കളൊക്കെ ശ്രമിച്ചത്. അതൊക്കെ കൂടുതൽ അവരെ പ്രതിസന്ധിയിലേക്കും പ്രതിരോധത്തിലാക്കുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിലമ്പൂർ മണ്ഡലത്തിൽ റാലികളിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ ശക്തമായ രാഷ്ട്രീയ ആക്രമണമാണ് പ്രതിയോഗികൾക്ക് നേരെ, പ്രത്യേകിച്ച് UDFനെതിരെ മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി 2 വിഷയങ്ങൾ എടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാന നിമിഷവും നിലമ്പൂർ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടാണ്. അതിൽ പഴയ ചരിത്രമാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. കാരണം ഇക്കാര്യത്തിൽ പാണക്കാട് തങ്ങൾ എന്താണ് നേരത്തെ നിലപാടെടുത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി, അതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ഏത് തരത്തിലുള്ള മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന ചോദ്യം, ലീഗ് ഇത് അറിയാതെയാണോ കോൺഗ്രസ് ഒരു നിലപാടെടുത്തതെന്ന് കരുതാൻ കഴിയില്ല എന്ന ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് വ്യക്തമായി മറുപടി നൽകാൻ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. വിവാദങ്ങളിലേക്ക് പരാമർശം കൂടുതൽ പോകാതെ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ മാറി എന്നൊരൊറ്റ വാക്കിൽ അദ്ദേഹം ഈ വിവാദങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ലീഗ് ഈ കാര്യത്തിൽ വലിയ തരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് മാത്രമല്ല, അത് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് ഏറ്റെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായി വെള്ളപൂശാനും വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തൽ UDF ക്യാമ്പിനകത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ ഇന്നും ഉണ്ട്. ഇന്ന് 2 യോഗം, നാളെ 3 യോഗം. ഈ വരുന്ന 2 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയപരമായി UDFനെതിരെ ഇക്കാര്യങ്ങളിലുള്ള വർഗീയ നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടാവും. ഇക്കാര്യത്തിൽ UDF എത്ര കണ്ട് പ്രതിരോധത്തിലാണ് എന്നതിൻ്റെ സൂചനയാണ് മുഖ്യമന്ത്രി ചുങ്കത്തറയിൽ ആദ്യ പൊതുയോഗം നടത്തി അടുത്ത പൊതുയോഗ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു എന്നതാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ഏതളവ് വരെയാണ് രാഷ്ട്രീയ വിവാദങ്ങളിൽ ചർച്ചയാവുക എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഉയർന്നു വന്ന 2-3 പ്രശ്നങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വലിയ വിമർശനങ്ങൾ UDFന് കേൾക്കേണ്ടി വന്നു എന്നതാണ്. ഒന്ന്, പെൻഷൻ. അവിടെ വിമർശനം ഉയർന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമായിരുന്നില്ല. KC വേണുഗോപാലിനെതിരെയും കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെതിരെയും വിമർശനം വന്നത് പൊതുസമൂഹത്തിന്റെ ആകെ ഭാഗത്തു നിന്നായിരുന്നു. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട്. അതും ഈ പറഞ്ഞതുപോലെ വിമർശനം വന്നത് LDFന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മുസ്ലിം സംഘടനകൾ മതേതരമായ നിലപാട് സ്വീകരിക്കുന്ന, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന മുസ്ലിം സംഘടനകളെല്ലാം
രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. ഇപ്പോൾ സമസ്ത, അതുപോലെ തന്നെ കാന്തപുരം വിഭാഗം, മുജാഹിദുകൾ, അങ്ങനെ നമ്മൾ എടുത്തു പറയുന്ന നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ സംഘടനകളൊക്കെ വലിയ വിമർശനം ഉയർത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കേവലം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന്റെ ആകെ കണ്ണിലെ കരടാകുന്ന സ്ഥിതിയിലേക്ക് UDF പോയി. അവിടെ തീർച്ചയായും അത് തന്നെയാണ് മനു ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു നിർത്തിയത് ഇത്തരത്തിലെടുത്തൊരു നിലപാട് ഭാവിയിലുണ്ടാകുന്ന കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും, അതിൻ്റെ ആശങ്ക എന്തുകൊണ്ടാണ് UDF മനസ്സിലാക്കാത്തതെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കേവലമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ല മുഖ്യമന്ത്രി ചോദിച്ചു നിർത്തിയത്. അത് തന്നെയാണ് നേരത്തെ മനു പറഞ്ഞത്. സമസ്തയാകട്ടെ, മുസ്ലിം വിഭാഗങ്ങളിലുള്ള കാന്തപുരം, സുന്നി വിഭാഗമാകട്ടെ, വിവിധ സംഘടനകളാകട്ടെ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് വളരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് UDFിലെ പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാലിനടക്കം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു സ്റ്റാൻഡ് സ്വീകരിച്ചതിലുള്ള എതിർപ്പ് AICCക്കുണ്ട്. കാരണം അങ്ങനെ ബന്ധം കൂട്ടുകെട്ടുണ്ടാക്കിയാൽ പോലും അത് പുറത്തു നിന്ന് അവർ പിന്തുണച്ചു, അതുകൊണ്ട് വോട്ട് സ്വീകരിച്ചു എന്ന സമീപനമായിരുന്നു സ്വീകരിക്കേണ്ടത്. പക്ഷേ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായി വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് VD സതീശൻ നടത്തിയെന്നത് MM ഹസൻ UDFിൻ്റെ കൺവീനറാണ്, മുൻ കൺവീനറാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞു എന്ന് താൻ കരുതുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന നിലപാട് അദ്ദേഹം പറയുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. കാരണം പ്രതിരോധത്തിലാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു മതേതര ചേരിതിരിവ്, ഈ പറഞ്ഞ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് UDF നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയുണ്ട്. കാരണം ജനാധിപത്യപരമായി നല്ലൊരു മത്സരം, രാഷ്ട്രീയപരമായ ഒരു മത്സരമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെ മുന്നോട്ട് വെച്ചത്. ഇവിടെ നമുക്ക് സർക്കാരിൻ്റെ വികസനങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം, ഭാവി കേരളത്തിൻ്റെ വികസനത്തിന്, നവകേരള നിർമ്മിതിക്കായി ഒരു വോട്ട്, അതിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, വ്യക്തിപരമായ ആക്രമണമല്ല, വിവാദങ്ങളല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ബോധപൂർവം തന്നെ UDF തുടക്കത്തിൽ നടത്തിയ മലപ്പുറം വിവാദ പരാമർശത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള വിവാദ പരാമർശം നടത്തുന്നു. ക്ഷേമ പെൻഷൻ തുടരുക. ഞാൻ നിർബനിലേക്ക് പിന്നീട് മടങ്ങി വരാം.